Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നെറ്റ് എക്സാമിങ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനും ഒരു റിസർച്ച് നടത്താനും ഒക്കെ അല്ലേ, ഒരു റിസർച്ച് ഒക്കെ എടുത്തൊരു PhD ആസ്പിരൻ്റ് ആയിട്ട് മാറാനും ഒക്കെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ് എക്സാമിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് എക്സാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും അതിൽ നിന്ന് വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യനുകളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് എന്നാൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നമ്മൾ പറയുന്ന MCQs ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അഥവാ ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്, ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും അല്ലെ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന് അല്ലെ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഇന്റർമീഡിയറീസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്റർമീഡിയറീസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇന്റർമീഡിയറീസ് ആണ് ആരെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇൻഡിവിജ്വൽസിനും ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സിനും ഒക്കെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറീസ് ആണ് ആരെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് to the marketplace where the buyers and sellers participate in trading of assets such as shares, bond, currencies and other financial instrument. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി മാർക്കറ്റ് പ്ലേസ് വേർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെല്ലേഴ്സ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ട്രേഡിംഗ് ഓഫ് അസറ്റ്സ്. അതായത് അസറ്റുകൾ ട്രേഡ് ചെയ്യാൻ, സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യുവാനായിട്ട് ബയേഴ്സും സെല്ലേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസിന് പറയുന്ന പേരാണ് എന്ത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഒന്നുകൂടി ഓർത്തു വെച്ചോണം. എന്താണ്? അസറ്റുകൾ, ഫിനാൻഷ്യൽ അസറ്റുകൾ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ ട്രേഡ് ചെയ്യുവാനായി എന്താണ് സെല്ലേഴ്സും ബയേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ട്രേഡ് ചെയ്യുന്ന അസറ്റുകൾ ഏതൊക്കെയാകാം? ഷെയറുകളാകാം, ബോണ്ടുകളാകാം, കറൻസീസ് ആകാം, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആകാം. ഓർത്തു വെച്ചോണം കേട്ടോ. ഇനി അടുത്തതാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ് അഥവാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഡിപ്പോസിറ്റ്സ്, ചെക്സ്, ലോൺസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ്, ബാങ്ക് നോട്ട്സ് ആൻഡ് ഓൾ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് that provides a claim against a person or financial institutions to pay either a specific amount on a certain future date or to pay the principal amount along with the interest. അതായത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകളെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയാം. അത് ക്യാഷ് ഡിപ്പോസിറ്റ് ആകാം, ചെക്ക് ആകാം, ലോൺസ് ആകാം, അക്കൗണ്ട്സ് പേയബിൾ ആകാം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ് ആകാം, ബാങ്ക് നോട്ട്സ് ആകാം, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഏതുമാകാം. ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ട്രേഡ് നടത്തുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അവിടെ നടത്തുന്നത്. വിത്ത് ദ എയിംസ് ടു ഏൺ എ പ്രോഫിറ്റ്, അല്ലെ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകളാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അഥവാ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സർവീസസ്. നാലാമത്താണ്, ഏറ്റവും ലാസ്റ്റ് കമ്പോണന്റ് ആണ്. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 4ാമത്തെ കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസ്
services are concerned with the design and delivery of financial instruments and advisory services to individuals and business within the area of banking and related institution, personal financial planning, leasing, investment, assets, insurance, etc. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കൺസേൺഡ് വിത്ത് ദ ഡിസൈൻ ആൻഡ് ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകളെ ഡിസൈൻ ചെയ്യുകയും അത് പ്രോപ്പർ ആയിട്ട് ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്യുന്ന സർവീസസ് ആണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? വിത്തിൻ ദ ഏരിയ ഓഫ് ബാങ്കിങ് റിലേറ്റഡ്, അതെന്താണ് ബാങ്കിങ്ങും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസ്? പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്, ലീസിങ്, ഇൻവെസ്റ്റ്മെന്റ്, അസറ്റ്സ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ സർവീസസുകൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇവിടെ നോക്കിക്കേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ, ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രാഫിലെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമുക്ക് എന്താണ് ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇവിടെ നോക്കിക്കേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോർപ്പറേറ്റ് ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്. അതിൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ എന്താണ്? പ്രൈവറ്റ് ബാങ്ക് എന്നും പബ്ലിക് ബാങ്ക് എന്നും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് 2 തരത്തിൽ, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ വീണ്ടും വന്നിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ 2 ആയിട്ട് സെക്കൻഡറി മാർക്കറ്റ് എന്നും പ്രൈമറി മാർക്കറ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് അഥവാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും 2 ആയിട്ടാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓൾറെഡി നമ്മൾ അത് ഇവിടെ പഠിക്കുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും. അതുകൊണ്ടാണ് ഇവിടെ അത് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ആയി തരാത്തത്. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസ് 2 തരത്തിലാണ്. ഫണ്ട് ബേസ്ഡ് സർവീസും ഫീ ബേസ്ഡ് സർവീസും. നമ്മളോട് ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫീ ബേസ്ഡ് സർവീസസ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ ഫണ്ട് ബേസ്ഡ് സർവീസസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചോണം. ഫീ ബേസ്ഡ് സർവീസസിൽ വരുന്നത് അല്ലെ ഫണ്ട് ബേസ്ഡ് സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഫണ്ട് ബേസ്ഡ് സർവീസസിന്റെ അകത്ത് വരുന്നതാണ് ലീസിങ്, ഹയർ പർച്ചേസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ബിൽ ഡിസ്കൗണ്ടിങ്, ഫാക്ടറിങ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? ഫണ്ട് ബേസ്ഡ് സർവീസിൽ വരുന്നത്. ഇനി അടുത്താണ് ഫീ ബേസ്ഡ് സർവീസ്. ഏതൊക്കെയാണ് വരുന്നത്? ഇഷ്യൂ മാനേജ്മെന്റ്, മർച്ചന്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഫീ ബേസ്ഡ് സർവീസ്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ നോട്ട് ഫണ്ട് ബേസ്ഡ് സർവീസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫണ്ട് ബേസ്ഡ് സർവീസ് അല്ലാത്തത് ഇത്. അതുകൊണ്ട് തന്നെ ഈ പേരുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ചാർട്ടിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള RBI കുറിച്ച് പഠിക്കണം, RBIയുടെ ഫംഗ്ഷനുകൾ പഠിക്കണം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റി പഠിക്കണം, അതിൻ്റെ ഫംഗ്ഷനുകൾ പഠിക്കണം. എന്താണ് അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻസ് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റുകൾ പഠിക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ്, മണി മാർക്കറ്റ് സർവീസ്, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫണ്ട് ബേസ്ഡ് സർവീസസും ഫീ ബേസ്ഡ് സർവീസും ഓരോന്നും പഠിക്കണം. ലീസിങ് എന്താണ്, ടൈപ്സ് ഓഫ് ലീസിങ്, ഓപ്പറേറ്റിംഗ് ലീസിങ്, ഫിനാൻഷ്യൽ ലീസിങ്, അങ്ങനെ അതിൻ്റെ ടൈപ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇങ്ങനെ ഒരു ഏരിയ പഠിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. എല്ലാം തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഇന്റർമീഡിയറീസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇൻഡിവിജ്വൽസിനെ ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുകയാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ. അത്തരത്തിലുള്ള ഇന്റർമീഡിയറീസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഇന്റർമീഡിയറീസ് ആണെന്ന് പറഞ്ഞു. ഇൻ സിമ്പിൾ റെഫേഴ്സ് ടു ആൻ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് പ്രോഫിറ്റ് ദാറ്റ് കളക്ട് ദ money from ഇൻഡിവിജ്വൽസിൽ നിന്ന് മണി കളക്ട് ചെയ്ത് ആൻഡ് ഇൻവെസ്റ്റ് ദാറ്റ് മണി ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് ഇൻഡിവിജ്വൽസിൽ നിന്ന് മണി കളക്ട് ചെയ്ത് അതെന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ് ഫിനാൻഷ്യൽ അസറ്റ്സിന് മേലെ. അതായത് സ്റ്റോക്ക്, ബോണ്ട്, ബാങ്ക് ഡിപ്പോസിറ്റ്സ്, ലോൺ ഇങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്നത്.
ഇനി എന്താണ്, ദേ ആർ ടു ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓർത്ത് വെക്കുക, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ, നോൺ ബാങ്കിങ് ഓർ നോൺ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ ദ ബാങ്ക്സ് എന്താണ്, ദീസ് ആർ ബാങ്ക്സ് ആൻഡ് ക്രെഡിറ്റ് യൂണിയൻസ് ദാറ്റ് കളക്ട്സ് ദ മണി ഫ്രം ദ പബ്ലിക് ഇൻ റിട്ടേൺ for interest on money deposits and used that money to advances and loans to financial customers. അതായത് എന്താണ്, പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ച് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ച് എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് തന്നെ ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ച് പബ്ലിക്കിന് തന്നെ എന്ത് ചെയ്യാണ്, അത് ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ബോറോ ചെയ്യാണ്, അഡ്വാൻസസ് ആയിട്ട് ലോൺസ് ആയിട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്, പബ്ലിക്കിന് ബോറോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ നോൺ ഡിപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ദീസ് ആർ ദ ഇവരാരൊക്കെയാണ്, ബ്രോക്കറേജ് ഫേംസ്, ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ദാറ്റ് കനോട്ട്, അത് ഓർത്ത് വെച്ചാണ്, ദാറ്റ് കനോട്ട് കളക്ട് ദ മണി ഡിപ്പോസിറ്റ്. ഇവരെന്ത് ചെയ്യുന്നില്ല, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സെൽ ദ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ടു ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സ്. പക്ഷേ ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മണി ലെൻഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഫിനാൻഷ്യൽ കസ്റ്റമേഴ്സിന് ലെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി അടുത്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓർത്ത് വെക്കുക, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 is the legislation in India that regulates the all banking firms in India. ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് ഫേമുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ആണ് ഇതെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത്. ദ പാസ്ഡ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. It comes into force from 16th March 1949 and changed to Banking Regulations Act 1949 from 1st April 1966. ഇവിടെ നോക്കിയേ, ഇത് പാസ് ചെയ്തപ്പം ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പാസ് ചെയ്ത സമയത്ത് അതിന്റെ പേരെന്ന് പറയുന്നത് മസ്റ്റായിട്ടും പഠിക്കണേ. ഇത് പാസ് ചെയ്ത സമയത്ത് അതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്ത സമയത്ത് അതിന്റെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു. ഇറ്റ്സ് കംസ് ഇൻ ടു ഫോഴ്സ് ഫോർ എന്താണ് 16th March 1949. 16th March 1949 ഈ ഒരു എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്ന സമയത്ത് അതിന്റെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു. പിന്നീട് അത് ചേഞ്ച് ചെയ്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആയത് എന്താണ് 1st April 1966 മറന്നു പോകരുത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഓർത്തു വെക്കുക, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് എന്താണ് ബാങ്കിങ് കമ്പനികളെ എല്ലാം ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് വന്ന സമയത്ത്, ഈ ആക്ട് വന്നത് എന്നാണ് 16th March 1949 ഇത് വന്ന 16th March 1949 ഇത് വന്ന സമയത്ത് ഈ ആക്ടിന്റെ പേരെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. എന്തെന്നായിരുന്നു പേര്? ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 എന്നായിരുന്നു. 16th March 1949 ഈ ബാങ്ക് നിലവിൽ വന്നപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് പിന്നീട് ഇത് ചേഞ്ച് ചെയ്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്താ 1st March 1966 ആയി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത് ആപ്ലിക്കബിൾ ആകാൻ തുടങ്ങിയത്, ഈ ആക്ട് ആപ്ലിക്കബിൾ ആകാൻ തുടങ്ങിയത് 1956 1956 മുതലാണ് എവിടെ ആപ്ലിക്കബിൾ ആകാനായിട്ട് തുടങ്ങുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിൽ ഏത് ആപ്ലിക്കബിൾ ആകാനായിട്ട് തുടങ്ങിയത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആകാനായിട്ട് തുടങ്ങിയ പഠിച്ചു വെച്ചോണം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഫ്രം 1956. ഇനീഷ്യലി ദ ലോ വാസ് ആപ്ലിക്കബിൾ only for banking company. ഇനീഷ്യലി ഇത് എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ഉണ്ടായിരുന്നുള്ളൂ? ബാങ്കിങ് കമ്പനീസിൽ മാത്രമേ. ഇനീഷ്യലി ദ ലോ വാസ് ആപ്ലിക്കബിൾ only for ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിയിൽ മാത്രമേ ഇനീഷ്യലി ഇത് ആപ്ലിക്കബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബാങ്കിങ് കമ്പനീസിൽ മാത്രമായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 1965 ആയപ്പോൾ ഇത് അമെൻഡ് ചെയ്തു. അതോടുകൂടി കോപ്പറേറ്റീവ് ബാങ്കുകളിലും എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആകാനായിട്ട് തുടങ്ങി. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് മുതലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയതെന്ന് ചോദിച്ചാൽ 1965 ആണ്. ജമ്മു കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയത് എന്നാണെന്ന് ചോദിച്ചാൽ 1956 ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്
ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓൾഡ് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാണ് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ ഈ ഒരു ഇതിലൂടെ പഠിച്ചു വെച്ചോണം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്ക്സ് നോക്കാം. ടൈപ്സ് ഓഫ് ബാങ്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കാണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്. അതായത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള RBI എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം. എൻറ്റയർ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തെ സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. ഈച്ച് കൺട്രീസ് ഹാസ് വൺ സെൻട്രൽ ബാങ്ക്. എല്ലാ കൺട്രിക്കും എന്തുണ്ട്, ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി. നമ്മളുടെ കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇപ്പം ബാങ്കിങ് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും ഉണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്ക് തന്നെ രണ്ട് തരത്തിൽ, കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും. കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കിൽ തന്നെ രണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അതർ നാഷണലൈസ്ഡ് ബാങ്കും. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഏരിയയിൽ നിന്നും എന്ത് വരാൻ സാധ്യതയുണ്ട്, ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പ്ലേസ് എ എന്താണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ബൈ മാനേജിംഗ് ദ എന്താണ് മണി സപ്ലൈ, ഇഷ്യൂയിങ് കറൻസി ആൻഡ് ഓവർസീയിങ് ദ ബാങ്ക് സെക്ടർ. ബാങ്ക് സെക്ടറുകളെല്ലാം കൺട്രോൾ ചെയ്യുകയും മണി സപ്ലൈയെ മാനേജ് ചെയ്യുകയും അതുപോലെ ഇഷ്യൂയിങ് കറൻസി ഇഷ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെയധികം പ്രാധാന്യമുള്ള ഒരു റോള് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ RBI വഹിക്കുന്നുണ്ട് എന്നാണ് അസേർഷൻ പറഞ്ഞത്. റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്, ദ RBI എൻഷുർ ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ മോണിറ്ററി പോളിസി ആൻഡ് റെഗുലേറ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ കൺട്രി. നമ്മളുടെ കൺട്രിയുടെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ നമ്മളുടെ കൺട്രിയുടെ മോണിറ്ററി പോളിസിയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് RBI ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അസേർഷനെ സ്വാധീകരിക്കുന്നതാണ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് കാണിക്കാനായിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്നും അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇഷ്യൂയിങ് കറൻസി ആൻഡ് മാനേജിങ് ദ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നതും കറൻസി മാനേജ്മെന്റും ഒക്കെ ആര് തന്നെയാണ് ചെയ്യുന്നത്, RBI തന്നെയാണ്. അപ്പോൾ അത് RBIയുടെ ഫംഗ്ഷൻ ആണ്. റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് എന്താണ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്, സെബി ആണ്, ആരല്ല, RBI അല്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ പഠിച്ചപ്പം RBI അല്ലെ, ബാങ്കിങ്ങിന്റെ ഒരു ഏരിയ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാങ്കിങ്ങിന്റെ അകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ RBIയുടെ രണ്ട് ക്വസ്റ്റ്യനുകൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ RBI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ച ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഒന്നും കളയരുത്. ഈച്ച് ആൻഡ് എവരി വണ്ണും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതുപോലെ തന്നെ ലീസിങ്, ഹയർ പർച്ചേസ്, അങ്ങനെയുള്ള സർവീസസുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ സ്കോർ നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ വരുന്ന MCQs എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ CCA സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തന്നെ
തന്നെ നമ്മളുടെ ആപ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഏരിയ പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന MCQs എല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഏരിയയെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ CCയുടെ ഒരു ഡിസംബർ ബാച്ച് ജോയിൻ ആകുന്നുണ്ട്. പുതിയൊരു ബാച്ച് വരികയാണ്. അതുപോലെ തന്നെ ജനറൽ പേപ്പറിനും എക്കണോമിക്സിനും മാനേജ്മെൻറ്റിനും ഇംഗ്ലീഷിനും കൊമേഴ്സിനും CSIR ഫിസിക്സിനും ഒക്കെ നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ആകുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മോക്ക് ടെസ്റ്റിലൂടെയും അതുപോലെ തന്നെ ലൈവ് സെക്ഷനിലൂടെയും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയൊക്കെ ഈ ഒരു എക്സാമിന് നിങ്ങളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് CCയുടെ ടീം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണയോടുകൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ എക്സാം വളരെ സിമ്പിളായിട്ട് മാറുകയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അടുത്ത UGC നെറ്റ് ഡിസംബറിൽ നടക്കുന്ന UGC നെറ്റിന് നിങ്ങൾ ഓരോരുത്തരും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറാനായിട്ട് ആശംസിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. താങ്ക്